നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ആധാർ കാർഡ് എല്ലാ കാര്യങ്ങൾക്കും, കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും കേരള സർക്കാരിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങൾക്കും നിർബന്ധമുള്ള രേഖ തന്നെയാണ്. അതിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം അക്ഷയ കേന്ദ്രങ്ങൾ കയറി ഇറങ്ങിയാലും നമ്മുടെ തെറ്റുകൾ തിരുത്താൻ സാധിക്കാറില്ല. അല്ലെങ്കിൽ അതിലെ തെറ്റുകൾ നമുക്ക് ഒരുപാട് സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും ആധാരാനുസൃതമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. മാർച്ച് മാസത്തിന് മുമ്പായി തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷവും നമ്മുടെ ആധാറിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അതെല്ലാം തിരുത്താനായി ഇപ്പോൾ സർക്കാർ ഒരു അവസരം തരികയാണ്. മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ എല്ലാ ആളുകളും ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്തുക. പേര് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജനനത്തീയതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും തിരുത്താൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. പക്ഷേ മാർച്ച് മാസം കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷം കൂടി കഴിയുകയാണ്. അങ്ങനെ ഈ സാമ്പത്തിക വർഷം അവസാനിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെല്ലാം വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഇനിയും ആധാർ കാർഡ് തെറ്റുകളിൽ ഒരുപാട് ആളുകളുണ്ട്. ആധാർ കാർഡിൽ പേരിന് സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള ആളുകൾ, അതുപോലെ തന്നെ ജനനത്തീയതിയിൽ ചെറിയ തെറ്റുള്ള ആളുകൾ, അഡ്രസ്സിൽ തെറ്റുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് തെറ്റുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഈ മാർച്ച് മാസത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മെയ് മാസമായി കഴിഞ്ഞാൽ ഒരു പുതിയ വർഷമാണ്, സാമ്പത്തിക വർഷമാണ്. അങ്ങനെയാകുമ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങൾ, ചിലപ്പോൾ ഫൈനുകളും മറ്റു കാര്യങ്ങളെല്ലാം വരാൻ സാധ്യത കാണുന്നുണ്ട്. നിർബന്ധമായിട്ടും ആധാർ കാർഡ് ആ സമയത്തിന് മുമ്പായി തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഇതുവരെയും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവരും ആധാർ കാർഡ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ചിലപ്പോൾ 10 വർഷം എടുത്ത ആധാർ കാർഡിന് 1000 രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചിലപ്പോൾ ഫൈനുകൾ വന്നേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ സർക്കാർ ഒരു ദിവസം നിശ്ചയിക്കുക. മാർച്ച് മാസം അവസാന വാരം തന്നെയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ആധാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും, ആധാർ കാർഡ് അപ്ഡേഷനായാലും ശരി, തിരുത്താനായാലും ശരി, അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ മാർച്ച് മാസത്തിൽ തന്നെ നിർബന്ധമായും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.